ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി യുഎസ് സൈന്യം ശക്തമായി നാവിക ഉപരോധം ആരംഭിച്ചു. ഹോർമൂസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവിടങ്ങളിൽ യുഎസ് യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. 2026 ഏപ്രിൽ 13 തിങ്കളാഴ്ച മുതലാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഉപരോധം ഔദ്യോഗികമായി നടപ്പിലാക്കി തുടങ്ങിയത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വരുന്നതുമായ എല്ലാ കപ്പലുകളെയും യുഎസ് സൈന്യം നിരീക്ഷിക്കുകയും തടയുകയും ചെയ്യും. പാകിസ്ഥാനിൽ വെച്ച് നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കടുത്ത തീരുമാനമെടുത്തത്. അനുവാദമില്ലാതെ ഉപരോധ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കാനോ തിരിച്ചയക്കാനോ യുഎസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം കടൽ കൊള്ളയ്ക്ക് തുല്യമാണെന്ന് ഇറാൻ ആരോപിച്ചു. ഇറാനെതിരെ ശക്തമായി തിരിച്ചടി നൽകുമെന്നും മേഖലയിലെ മറ്റു തുറമുഖങ്ങളും സുരക്ഷിതമാകില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഉപരോധ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചു. ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ 5-1 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ആഗോള സമ്പദ് വ്യവസ്ഥയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകാത്ത കപ്പലുകളുടെ സഞ്ചാരത്തിന് തടസ്സമാകില്ല എന്ന് യുഎസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഉറപ്പാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഏകദേശം 20,000 നാവികരും 1,600ഓളം കപ്പലുകളും നിലവിൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അറിയിച്ചു. ഇതോടെ സ്ഥിതിഗതികൾ കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്.